ബിക്കം വൺ ഓഫ് ടുമോറോസ് ടോപ്പ് ലീഡേഴ്സ്. അത് നാളൊരു കാലത്തെ ഒരു വലിയൊരു നേതാവാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയുകയാണ്. ഒരു 2-3 പോയിന്റ്സ് മാത്രം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ചേഞ്ച് മാനേജ്മെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബിസിനസ്സിനാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു നേതാവാകാനായിട്ട് സാധിക്കൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എമർജിങ് മാർക്കറ്റ്സ്, പുതിയ പുതിയ മാർക്കറ്റുകൾ എന്തൊക്കെയാണോ സമൂഹത്തിൽ വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഒരുപക്ഷെ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റുകൾ വരുന്നുണ്ടാവും, പുതിയ ബിസിനസ് രീതികൾ വരുന്നുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, അത് നമ്മൾ അഡാപ്റ്റും ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളൊരു നേതാവാകണമെങ്കിൽ നമ്മുടെ കൂടെ ആളുകൾ വേണം. ആ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതും നിരന്തരമായിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും ആളുകളെ. അപ്പം അങ്ങനെയുള്ള കഴിവുകൾ നമുക്ക് ഒരുപക്ഷെ ഇന്നുണ്ടാവില്ലായിരിക്കാം, എന്നാലും നമുക്കത് വളർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു നല്ല നേതാവാകാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാളെ ഒരു ഭാവി കാലത്തെ ഒരു വലിയൊരു നേതാവാകാനായിട്ട് ആർക്കും സാധിക്കാവുന്നതാണ്. അതിന് പ്രായം ഒരു പരിധിയില്ല. അത് തീർച്ചയായിട്ടും എത്ര പ്രായമുള്ള ആളാണെങ്കിലും എത്ര പ്രായം കുറഞ്ഞ ആളാണെങ്കിലും തീർച്ചയായിട്ടും അവർക്കും സാധിച്ചെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.